അപ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, മിസ്സേ ഈ ഒരു സ്പെയർ പാർട്സ് ഒക്കെ മാറ്റിയിട്ട് തന്നെ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാണുന്നത് ചിപ്പ് ലെവൽ കുറേ പഠിച്ചിട്ട് ഈ ചിപ്പ് ലെവലൊക്കെ ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കലുണ്ട്. അതെ, നമ്മുടെ ഈ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കേസിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും വ്യത്യസ്തങ്ങളായ ലെവലുകളുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഇപ്പോൾ ആദ്യം മിസ് പറഞ്ഞ കേസിനകത്ത് ഈ സ്പെയറുകൾ റീപ്ലേസ് ചെയ്യുന്ന വർക്കുകൾ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ പരിഹരിക്കുന്നത്, ഇത് രണ്ടും ലെവൽ 1, ലെവൽ 2 ലെവലിൽ വരുന്ന കംപ്ലയിൻറ്റുകളാണ്. അതായത് ലെവൽ 1, ലെവൽ 2 കംപ്ലയിൻറ്റുകൾ വരുന്ന സമയത്തേക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്പെയറുകൾ റീപ്ലേസ് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നത്തെ കേസിനകത്ത് നമ്മൾ മൊത്തത്തിലൊരു മാർക്കറ്റ് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% കംപ്ലയിൻറ്റുകളും വരുന്നത് ഈ ലെവൽ 1, ലെവൽ 2 വർക്കുകളാണ് വരുന്നത്. അത് ശരിയാണ്. കാരണം വെച്ചാൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പല ഷോറൂമുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് നമ്മൾ ഡെയിലി എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡെയിലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു 90%ഓളം കംപ്ലയിൻറ്റ്സ്, ഡിസ്പ്ലേ ക്രാക്കിങ്, ഡിസ്പ്ലേ ഷാറ്റർഡ് എന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം കംപ്ലയിൻറ്റ്, ക്യാമറ കംപ്ലയിൻറ്റ്സ്, കാര്യങ്ങൾ, അങ്ങനെ വളരെ എന്താ പറയുക സ്പെയറായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ വരുന്നുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് തന്നെ അവർക്ക് ആ ഒരു ഷോറൂമിന് നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ലെവൽ 1, ലെവൽ 2 വെച്ചിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻകം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും ഒന്നാമത്തെ കേസിനത് വളരെ കുറച്ച് സമയം മതി നമുക്ക് ഈ കാണുന്ന ലെവൽ 1, ലെവൽ 2 ഒക്കെ. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സമയം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ലെവൽ 1, ലെവൽ 2 കംപ്ലയിൻറ്റുകളൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ലെവൽ 3, ലെവൽ 4 എന്നിട്ടുള്ള ലെവലും കൂടി ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തു, ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തതിന് ശേഷവും ആ ഒരു പെർട്ടിക്കുലർ ഹാൻഡ്സെറ്റിനകത്ത് ആ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അതാണ് ലെവൽ 3, ലെവൽ 4 എന്നുള്ള ലെവൽ. ഈ ലെവലിലേക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ലെവൽ 3, ലെവൽ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ലെവൽ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് ലെവൽ 3, ലെവൽ 4 വരുന്നത്. അപ്പോൾ അതും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് സ്റ്റക്ക് ആവാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പ്രോഫിറ്റിൻ്റെ കേസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ കൂടി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കുറേ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന വഴി മാത്രം ഓക്കെ, മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക് പോകും. അതായത് പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കുക, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു എയിം ആണെങ്കിൽ മിസ് പറഞ്ഞതുപോലെ എന്താണ് ലെവൽ 1, ലെവൽ 2 റിപ്പയറിംഗ് മാത്രം ചെയ്താൽ മതിയാവും. എന്നാൽ എല്ലാ ടെക്നീഷ്യന്മാരുടെ കേസിലും എന്തായിരിക്കില്ല, ഈ ഒരു രീതി ആയിരിക്കില്ല. അവർ ചില ആളുകൾ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവും. അതായത് ഒരു കസ്റ്റമർ ഒരു ഹാൻഡ്സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും ഏത് ലെവലിൽ വരെ പോയിട്ടാണെങ്കിലും അത് റെഡിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരതിൽ പുതിയ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യും, അതിലെന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കും. അവസാനം ഒരു ചിപ്പ് ലെവൽ ആണെങ്കിൽ കൂടി അത് എന്ത് ചെയ്യും, റെഡിയാക്കും. ഇവനത് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ആ കസ്റ്റമറെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടായിരിക്കും അവരത് വിടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അവരൊരു വേറെ ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും, അപ്ഡേറ്റ് ആവും. സ്പെയർ പാർട്സ് എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുതിയ ഹാൻഡ്സെറ്റുകൾ അവർ റിസർച്ച് ചെയ്യും, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, അവരുടെ ലെവൽ എന്താവും, മാറും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു ഫീൽഡിൽ, അതിന് മുകളിലേക്ക് ഒരുപാട് പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ, ഇതിൻ്റെ മുകളിലേക്കൊരു അപ്ഡേഷൻ രീതിയിലേക്ക്. ഇപ്പോൾ സജിൽ സാർ പറഞ്ഞ ആ ഒരു കേസിനത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പുതുതായിട്ട് എന്തെങ്കിലും എൻ്റെ ഇലക്ട്രോണിക് ഡിവൈസ് വരുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും അത് റിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ആ കാണുന്ന ഡിവൈസ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് എന്താണെന്നുള്ള കംപ്ലയിൻറ്റ് കണ്ടെത്തി അത് ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് അത് വീണ്ടും വർക്കിംഗ് ആവുന്ന സമയത്തേക്ക് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും വൈഫിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കൂടിയുണ്ട്. ഒരിക്കലും ഒരു ഫീലിൻ്റെ കേസിനകത്ത് നമുക്ക് പറയുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് മാത്രം അറിയാൻ വേണ്ടി പറ്റില്ല. ചിപ്പ് ലെവൽ സർവീസ് ചെയ്തിട്ട് അത് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടെത്തുന്ന സമയത്തേക്ക് നമ്മൾ ആ പഠിച്ചെടുത്ത ഇലക്ട്രോണിക്സും ആ കാണുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അതായത് സർവീസ് എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ തന്നെ നമ്മളിപ്പോൾ ഈ ചിപ്പ് ലെവലിൽ ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവും, എനിക്ക് ചിപ്പ് ലെവലിൽ പഠിക്കണം, എനിക്ക് ചിപ്പ് ലെവലിൽ പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവർക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫിനാൻഷ്യലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബെനിഫിറ്റ്സ് ഇല്ലാത്ത രീതിയിലേക്ക് ഉണ്ടാകുന്ന കേസും ആ ഒരു ഏരിയ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അഡീഷണലായിട്ട് വർക്ക് എടുക്കണം. കുറേയധികം സമയം എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചിപ്പ് ലെവലിലൊരു പുലികളായി മാറാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു മനസ്സിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതൊരു നെക്സ്റ്റ് ലെവലിലൊരു സാധനമാണ് വരുന്നത്. അതുപോലെ കുട്ടികളുടെ ഭാഗത്ത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ ജീവിക്കുന്ന ആ ഒരു യുഗത്തിലാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇനി ഭാവി, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് അല്ലെങ്കിൽ റീ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാവി എന്താണ്? ഇതിനി കുറച്ച് കാലം കൂടി ഉണ്ടാവുള്ളൂ, ഭാവിയിൽ ഇനി ഇതും തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പോൾ AI ഒക്കെ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഈ ഒരു ക്വസ്റ്റ്യനും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ഡെയിലി ക്ലാസ്സിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്.